ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നമുക്ക് നിഫ്റ്റി തന്നെ ആദ്യം പരിശോധിക്കാം. ഇന്നലെ 24,315 ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 24,248 എന്ന ലെവലിലാണ്. ഏതാണ്ട് 67 പോയിന്റിന്റെ ഒരു ഗ്യാപ് ഡൗൺ ആണ് നിഫ്റ്റി തന്നിരുന്നത്. ഇന്ന് ഓപ്പൺ ആയത് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ടിന് മുകളിലാണെങ്കിൽ പോലും ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് സപ്പോർട്ടിന് താഴോട്ടാണ്. അതായത് ഡൗണിൽ ഒരു റെഡ് ക്യാൻഡിലാണ് കിട്ടിയത്. വീണ്ടും ഡിക്ലൈൻ വന്നു. എന്നാൽ ഈ ലെവലിന് താഴെ പോകാതെ അപ്വേർഡ് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ഈ ഏരിയയിൽ ഇത്രയും ഭാഗത്ത് ഒരു ആദ്യത്തെ അരമണിക്കൂറിനുള്ളിൽ ജസ്റ്റ് ഒരു എൻട്രി കോൾ എടുത്താലും പുട്ട് എടുത്താലും പ്രോഫിറ്റ് ആയിരുന്നു. എന്നാൽ ഈ ഏരിയയിലെത്തി ഇതിങ്ങനെ ക്ലോസ് ചെയ്തുകൊണ്ട് ഈ ഏരിയയിലെത്തി അവിടുന്ന് ഡിക്ലൈൻ കിട്ടുമ്പോൾ തന്നെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത ഏതൊരാൾക്കും ഈ ലെവൽ വരേക്കുള്ള ടാർഗറ്റ്, അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ എന്ന ലെവലിലേക്ക് ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വീണ്ടും ക്ലോസിംഗ് കിട്ടാതെ വീണ്ടും അപ്വേർഡ് പോവുകയാണ് ചെയ്തത്. എന്നാൽ കറക്റ്റ് ഒരു ഡയറക്ഷൻ നമുക്ക് ഒരു ട്രേഡ് എൻ്റർ ചെയ്യാൻ ഈ തരത്തിലൊന്ന് മൂവ് ചെയ്തപ്പോൾ മാത്രമാണ് അത് നമ്മൾ രേഖപ്പെടുത്തിയ അടുത്ത ഒരു സപ്പോർട്ട് ലെവലിലോട്ടാണ് വന്നത്. അതിനുശേഷം വീണ്ടും കിട്ടിയ ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുന്നു എന്ന് ഫീൽ ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് ട്രേഡിൽ എൻ്റർ ആയ ഒരാൾക്ക് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് കൊടുത്തുകൊണ്ട് എൻ്റർ ആയ ആൾക്ക് ഒരു ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് താഴോട്ട് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോയ്ക്ക് താഴോട്ട് ബ്രേക്ക് ചെയ്യാതെ ഈ ഏരിയയിൽ നിന്നും റിവേഴ്സ് ആവുകയാണ് ചെയ്തത്. ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകണം ആർക്കാണെങ്കിലും. എന്നാൽ ഇവിടുന്ന് നമ്മൾ പിന്നെ വാച്ച് ചെയ്യുമ്പോഴെല്ലാം പ്രൈസ് അതേ റേഞ്ചിലോട്ട് അപ്വേർഡ് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാര്യം സെല്ലേഴ്സ് മുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും പതുക്കെ സെല്ലേഴ്സിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്ന ഒരു ഫീൽ. അത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരാൾക്ക് ഈ ഏരിയയിൽ നിന്നും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാമായിരുന്നു. ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാമായിരുന്നു. ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് ഈ ഏരിയ ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളത് മാത്രമാണ് ടാർഗറ്റ്. അത് കൃത്യമായും സാധിച്ചിരുന്നു. നമ്മൾ രേഖപ്പെടുത്തുന്ന ലെവൽ ടെസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ തുടർന്ന് വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടി. നമ്മുടെ സപ്പോർട്ടിൽ നിന്നുകൊണ്ട് ഒരു ഡിക്ലൈൻ കിട്ടി അപ്വേർഡ് പോവേണ്ടതിന് പകരം ഈ ഏരിയയിൽ നിന്ന് സെല്ല് ചെയ്താൽ ഇതെല്ലാം റേഞ്ച് ഉള്ളതുകൊണ്ട് ട്രേഡബിൾ ആയിരുന്നു. ഈ ഏരിയയിൽ നിന്നും ഒരു കൃത്യമായിട്ടും റിജക്ഷൻ കിട്ടുന്നു എന്ന് തിരിച്ചറിഞ്ഞ് പ്രൈസ് ആക്ഷൻ പ്രകാരം ഡൗൺ സൈഡ് ഒരു മൂവ്മെന്റ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ ഏരിയയിൽ ട്രേഡ് ചെയ്യാമെന്ന് കരുതിയ ഏതൊരാൾക്കും നല്ല പ്രോഫിറ്റ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കിട്ടി. തുടർന്ന് കൺസോൾട്ടേഷന്റെ മൂഡിലായിരുന്നു. എന്നാൽ അവസാന സമയം വീണ്ടും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് യാദൃശ്യവശാൽ എനിക്ക് ട്രേഡ് പ്രോപ്പറായി ഇരിക്കാൻ സിസ്റ്റമിന്റെ മുമ്പിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ട്രേഡ് ചെയ്യാനും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇന്ന് ലഭിച്ച മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിച്ച് നോക്കാം. 24,160 എന്ന ലെവലിലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 23,999 24,000 എന്ന സപ്പോർട്ട് ലെവലും ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് ക്ലോസ് ആവുക എന്നതാണ്. എന്നാൽ അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രമാണ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അതായത് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രമാണ് അങ്ങനെ പ്രതീക്ഷിക്കാവുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും പ്രൈസ് ഈ ലെവൽ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷ. നാളെ ഇപ്പോൾ ഓപ്പൺ ആകുന്നത് ഈ ഏരിയയിലാണ് എങ്കിൽ, ഇവിടെ ക്ലോസ് ആയി ഈ ഏരിയയിൽ ഓപ്പൺ ആവുകയാണെന്ന് എങ്കിൽ അവിടെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ ബൈയിങ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള എന്ന് പറയുന്നതിനെ ഇന്നത്തെ ക്ലോസിംഗ് അഥവാ ഇന്നത്തെ ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാവുന്നതാണ്. അങ്ങനെ ഒന്നുകിൽ ചെറിയ ടൈം ഫ്രെയിമിൽ ഉള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുമ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ഈ ലെവൽ സപ്പോർട്ട് സോൺ എന്ന് പറയുമ്പോൾ ഇവിടെ വരെയാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഈ ലെവലും ഒരു സ്റ്റോപ്പ് ലോസ് സപ്പോർട്ട് ലെവലായി പ്രവർത്തിച്ചേക്കാം. അങ്ങനെയെങ്കിൽ ഈ ലെവലിന് മുകളിലായിരിക്കണം ആദ്യമായി ലഭിക്കുന്ന ടാർഗറ്റ്.
അങ്ങനെ ടാർഗറ്റ് ലഭിച്ചാൽ മാത്രം ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ഈ ലെവലിന് മുകളിൽ ലഭിച്ചാൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ അതുവരെ രേഖപ്പെടുത്തിയ ലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് അപ്പോൾ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് കിടക്കുകയാണെങ്കിൽ ഈ ലെവൽ ടെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഡേയ്സ് ഹൈക്ക് മുകളിലോട്ട് കിടന്ന് ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് അതിന് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ലെവലുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസമേ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള ലെവലുകൾ തന്നെയാണ് ഇവ. അവയിലൊന്നും ഞാൻ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. 24,383, 424, 455, 503 എന്നിങ്ങനെയാണ് ആ ലെവലുകൾ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണ് എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ ഏത് ലെവൽ വരെയാണോ പ്രൈസ് മൂവ് ചെയ്ത് അതിന് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവൽ തന്നെയാണ്. എന്നാൽ ഇതിന് താഴോട്ട് ബ്രേക്ക് ചെയ്ത് ഈ ലെവലിൽ വന്നാലും ഒരു ഡിക്ലൈൻ ആണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ പോലും വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ ലെവൽ തീർച്ചയായും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 23,961, 892, 23,803, 23,754, 736, 707, 670 എന്നിങ്ങനെയുള്ള ടാർഗറ്റ് ലെവലുകൾ, സപ്പോർട്ട് ലെവലുകൾ. അപ്പോൾ ഇവ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഓപ്പണിംഗ് ഈ ഏരിയയിൽ അല്ലെങ്കിൽ ഈ ഏരിയയിൽ ഓപ്പൺ ചെയ്താൽ പോലും ഇവിടെ ഒരു ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ നമുക്ക് ഈ ടാർഗറ്റ് പ്രതീക്ഷിക്കാം. അതല്ല ഈ ഏരിയയിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അവിടുന്ന് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ മാത്രം ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം. എന്നാൽ ഞാൻ ഈ ഏരിയയിൽ ഒരു ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ കൃത്യമായ ഒരു ഡയറക്ഷൻ ലഭിക്കുന്നവരെ ഏതെങ്കിലും ഒന്നുകിൽ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയയിൽ എത്തിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് മാത്രമാണ് ഞാൻ ട്രേഡ് ചെയ്യാൻ സാധ്യതയുള്ളൂ. ഓപ്പൺ ആയാൽ ഉടനെ തന്നെ ട്രേഡ് ചെയ്യണം എന്ന വാശി ഞാൻ സൂക്ഷിക്കാറില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നു വരുന്നു. അടുത്തതായി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 50,066 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ റെസിസ്റ്റൻസ് 50,439 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു ക്ലോസിംഗ് തന്നെയാണ്. 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ അതിന് മുകളിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഈ ടാർഗറ്റുകൾ ലഭിക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാണാമെന്ന് കരുതുന്നു. 50,603, 50,752, 50,951, 51,081 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. ഡൗൺവേർഡ് ഡയറക്ഷൻ പ്രതീക്ഷിക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ വീണ്ടും ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഡിക്ലൈൻ ചെയ്തേക്കാം പ്രൈസ് എന്നാണ് ഞാൻ കരുതുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 49,937, 829, 656, 528, 381 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. താല്പര്യമുള്ളവർ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ബാക്കി ലെവലുകളും രേഖപ്പെടുത്താവുന്നതാണ്. അടുത്തതായി സെൻസെക്സിൽ നമ്മുടെ ലെവലുകൾ എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. 79,150 എന്ന ലെവലിലാണ് ആദ്യമായിട്ട് ലഭിക്കാവുന്ന
റെസിസ്റ്റൻസ് എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 78,624 എന്നതാണ് ആദ്യമേ ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന് കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഇതും നിഫ്റ്റിയുടെ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ ഏരിയയിൽ ഇവിടെ ഒരു ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷൻ എങ്ങോട്ട് എന്ന് നോക്കി, അത് അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ ഈ ലെവൽ ഇന്നത്തെ ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ്, അത് സ്ട്രിക്റ്റ് ആയി പാലിക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അത് വരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈക്ക് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ലെവൽ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ വ്യക്തമായ ഒരു ഇൻഡിക്കേഷൻ തരുന്നത് വരെ ഞാൻ ട്രേഡിൽ എൻ്റർ ആവാനുള്ള സാധ്യതയില്ല. അഥവാ അതൊരു ചെറിയ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാനാണ് സാധ്യത. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുക എന്നതാണ്, ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യുക എന്നതാണ് ആദ്യത്തെ ടാർഗറ്റായി കണക്കാക്കേണ്ടത്. എന്നാൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ ലെവൽ തന്നെ ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി നാളെ ഓപ്പൺ ആകുന്ന ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഈ ലെവലിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്നാണ് ഫീൽ ചെയ്യുന്നത് എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഈ ലെവൽ ടാർഗറ്റായി വീണ്ടും ലഭിക്കാവുന്നതാണ് കരുതുന്നത്. എന്നാൽ ഇന്നത്തെ ഉയരമായ ഈ ലെവലിന് മുകളിൽ കിടക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളിൽ നിന്നുകൊണ്ട് ട്രേഡ് ചെയ്തേക്കാം. അങ്ങനെ വീണ്ടും ഒരു അപ്പ് മൂവ് ലഭിക്കുന്ന പക്ഷം തുടർന്ന് ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. 79,857, 80,000 എന്ന ടാർഗറ്റുകൾ ലഭിച്ചേക്കാമെന്നാണ് പ്രതീക്ഷിക്കുക. എന്നാൽ സെല്ലിംഗ് ഡയറക്ഷനാണ് ലഭിക്കുന്നതെങ്കിൽ ഈ ലെവലിന് താഴോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്യാം. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് ഡൗൺ സൈഡിലോട്ട് ലഭിക്കാവുന്ന ടാർഗറ്റുകൾ ഞാൻ ഈ തരത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 78,491, 78,288, 78,070, 856, 77,856 എന്നീ ലെവലുകൾ ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 77,856 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലെവലുകൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. താല്പര്യമുള്ളവർ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ലെവലുകൾ കൃത്യമായി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ നമ്മുടെ ലെവലുകൾ, ട്രേഡിംഗ് പ്ലാൻ ലെവലുകൾ നിങ്ങൾക്ക് ഗുണകരമെന്ന് തോന്നുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നാളെയും നല്ല മൂവിംഗ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.